മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ സദസ്സിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ നബി ജനിച്ചത് റമദാനിലാണെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ക്ലിപ്പിംഗുമായി ഊരാന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. ആ കേസൊക്കെ അപ്പുറം കേൾക്കെ ആ ക്ലിപ്പിംഗ് തന്നെ ഉണ്ട്. ഞാൻ എന്താ പറയുന്നത്? ഭാഷാപരമായ ഒരു ചർച്ച നടത്തുകയാണ്. അത് സുന്നികൾ ഇടുന്ന ക്ലിപ്പിംഗ് തന്നെയുണ്ട്. ഭാഷാപരമായ ഒരു ചർച്ച. നബി ദിനം, നബിയായ ദിനം, ഞാനതിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് റമദാനിലാണ്. ഏത് നബിയായത് റമദാനിലാണ്. അല്ലെ, മുഹമ്മദ് നബി ജനിച്ചപ്പോ നബിയല്ല. അല്ല, ജനിച്ചപ്പോ തന്നെ നബിയായത് ഈസാ അലൈഹിസ്സലാമാണ്. അത് ഞാൻ ആ കേസിൽ പറയുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം ജനിച്ചപ്പോ തന്നെ നബിയല്ല. അങ്ങനെയാണ് ഖുർആൻ നമുക്ക് ആ വിഷയത്തെ പരിചയപ്പെടുത്തി തരുന്നത്. നേരെ മറിച്ച് മുഹമ്മദ് നബി ജനിച്ചിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബിയായത്. നബിയായ ദിനാനങ്ങൾ കൊണ്ടാടുന്നെങ്കിൽ കൂട്ടരെ അത് റമദാനിലാണ്. അതാണ് പറഞ്ഞത്. അല്ലാതെ ഇനി നബി ജനിച്ചത് അഭിപ്രായ ഭിന്നതല്ലേ ലോകത്ത്? ഒരേ അഭിപ്രായമാണ്. റബീഉൽ അവ്വൽ 12 മാത്രമാണോ ഉള്ളത്? റമദാനിലാന്ന് പറഞ്ഞവരില്ലേ? ഇല്ലേ. ഇനി റമദാനിലാണ് ഞാനത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പ്രഗത്ഭരായ ആളുകളില്ലേ? നിങ്ങൾ പരിശോധിക്ക്, നിങ്ങൾ പഠിക്ക്. അല്ലെ, നബി റബീഉൽ അവ്വൽ 12-നല്ല 8-നാണ് ജനിച്ചതെന്ന് പറഞ്ഞവരില്ലേ? 8 പ്രബലം എന്ന് പറഞ്ഞവരില്ലേ? ഇല്ലേ, ഉണ്ട്. ഞാനല്ല പറയുന്നത്, സമസ്തക്കാർ എന്നെ പറയുന്നില്ലേ? ഞാൻ നിങ്ങളെ അതിലെ തെളിവിലേക്കാണ് കുറച്ച് ക്ഷണിക്കുന്നത്. എന്നിട്ട് വിഷയാധിഷ്ഠിതമായി ആയത്തുകളും ഹദീസുകളും ഞാൻ അതിനോട് ആഡ് ചെയ്ത് ഉദ്ധരിച്ച് നിങ്ങളെ കേൾപ്പിച്ച് വളരെ കൃത്യമായി ഞാൻ ഈ വിഷയത്തിന്റെ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരും. അതിലൊന്നാമതായി നമ്മൾ പരിശോധിക്കാനുള്ളത് നബിദിനത്തെക്കുറിച്ച് റബീഉൽ അവ്വൽ 12 എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പ്രവാചക ജീവിതവും ചരിത്ര പഠനങ്ങളും എന്ന് OM റഫീഖ് പുറത്തിയിൽ എഴുതിയിട്ടുള്ള സിറാജ് ദിനപത്രത്തിലെ ഒരു ലേഖനമാണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ നിന്ന് ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇത് 1999 ജൂൺ 26 അതിലെഴുതിയ ഒരു ഭാഗം. ചരിത്രത്തിന്റെ പകൽ വെളിച്ചത്തിലാണ് പ്രവാചക ജനനം. യാതൊരു സംശയ കാര്യത്തിലില്ല. അവിടുത്തെ കുടുംബത്തെ പറ്റി സന്ദേഹമോ ജനന തീയതിയിൽ അവ്യക്തതയോ ജീവിതത്തെക്കുറിച്ച് അഭ്യൂഹങ്ങളോ ഇല്ല. ജീവിതത്തെക്കുറിച്ച് അഭ്യൂഹങ്ങളില്ല. പക്ഷേ ജനന തീയതിയെക്കുറിച്ച് അഭ്യൂഹങ്ങളുണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ട്. അതില്ല എന്നാണ് ഇവർ പറയുന്നത്. എല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ എന്നാണ് സിറാജ് ദിനപത്രത്തിൽ ഇവരുടെ ഒരു പണ്ഡിതൻ ലേഖനമായിട്ട് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഇവരുടെ കർമ്മശാസ്ത്ര സരണി എന്ന് പറയുന്ന അല്ലാമ സയ്യിദ് ബുഖാറയിൽ കോയക്കുട്ടി തങ്ങൾ പാടൂർ എഴുതിയ സുന്നി പബ്ലിക്കേഷൻ സെന്റർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവവും ചരിത്രം എന്ന് പറയുന്നിടത്ത് എഴുതുകയാണ്. ആ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നത്. അബ്ദുള്ളയുടെ മരണശേഷം 9 മാസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ച രാവ് പകുതി ആയതിനു ശേഷം നബി മക്കയിൽ ജനിച്ചു. എങ്ങനെ സുന്നി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ എന്താ ഉള്ളത്? മനസ്സിലായിക്കോട്ടെ. ഈ ക്ലിപ്പിംഗ് ഒക്കെ ഇട്ട് നടക്കുന്നവരോട് അഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിൽ ഒരു ഭിന്നത ഒരാൾ പറഞ്ഞു, അയാളെ കുറിച്ചിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ചൊക്കെ. അഭിപ്രായ ഭിന്നത ഇല്ല എന്നാണ് സിറാജ് എഴുതി. എന്നാൽ ഇവരുടെ ആധികാരിക ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണ്? അബ്ദുള്ളയുടെ മരണശേഷം 9 മാസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ച രാവ് പകുതിയായതിനു ശേഷം നബി മക്കയിൽ ജനിച്ചു. റബീഉൽ അവ്വൽ 2-ാം രാവിലാണെന്നും 10-ാം രാവിലാണെന്നും 12-ലാണെന്നും 17-ലാണെന്നും 18-ലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് സുന്നികളാണ് എഴുതുന്നത്. ഇത് മുജാഹിദുകൾ എഴുതിയ എന്തൊരു പുകിലായിരിക്കും. അനുസൂലൊരു ക്ലിപ്പിംഗ് ഇടും, എന്തൊരു ക്ലിപ്പിംഗ് കേൾപ്പിക്കും, തെറ്റിദ്ധരിപ്പിക്കും. ഇനി കേട്ടോളിട്ടെ, ഇവരെന്നെ എഴുതുകയാണ്. അഭിപ്രായ വ്യത്യാസമുണ്ട്. റബീഉൽ അവ്വൽ 8-നാണ് എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ, അല്ലെ, ഖുർആനും സുന്നത്തും നമ്മുടെ തെളിവ്. ഹദീസ് പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുള്ളത് സുന്നി പ്രസിദ്ധീകരണത്തിലാ. നിങ്ങൾ വായിച്ചു നോക്കണം മുജാഹിദുകൾ എന്താ പറയുന്നത്. മാത്രവുമല്ല ബലപ്പെടുത്തിയിട്ടുള്ളത് ചരിത്ര പണ്ഡിതരും ഈ അഭിപ്രായത്തിൽ ഏകോപിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഖസ്സലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു. കണ്ടോ?
അപ്പൊ പിന്നെ നബി ജനിച്ച ഡേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ഓനെ റോട്ടിൽ മുഴുവൻ ക്ലിപ്പിംഗ് ഇട്ട് ക്രൂശിക്കേണ്ടതുണ്ടോ? ഉണ്ടോ? നിങ്ങൾ വസ്തുത മനസ്സിലാക്കി. നിങ്ങളുടെ ഉസ്താദുമാരുടെ കയ്യിൽ മക്കളെ തെളിവൊന്നുമില്ല, പോയിന്റൊന്നുമില്ല. നിങ്ങളെ പൊട്ടീസാക്കി പറ്റിച്ച് ചതിച്ച് ഓരുടെ ദുനിയാവിലെ കാര്യം നേടുക എന്നതല്ലാതെ ഇതിൽ വേറൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടോ എന്നാൽ 12-ാം രാവിലാണെന്നാണ് പ്രസിദ്ധമായത്. മക്കക്കാരുടെ പ്രവൃത്തിയും ഇതിനനുകൂലമാണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ 12-ആണല്ലോ എല്ലാവരും അംഗീകരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വിഷയം. നബി ജനിച്ചത് 8-നാണോ? ഹദീസ് പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തിയത് എങ്ങനെ? 17-നാണെന്നും 18-നാണെന്നും 10-നാണെന്നും 9-നാണെന്നും ഒക്കെ വ്യത്യസ്ത അഭിപ്രായം. 20ഓളം അഭിപ്രായങ്ങൾ സൂക്ഷ്മമായി പഠിക്കുന്നവർക്കത് മനസ്സിലാകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നബിയുടെ ജന്മദിനത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ട്. അതാണ് നിങ്ങളുടെ പ്രസിദ്ധീകരണം പോലും അംഗീകരിച്ചത്. ഇത് മുജാഹിദുകൾ പറഞ്ഞാൽ അവരെ പറ്റി എന്തൊക്കെയാണ് നിങ്ങളുടെ ഉസ്താദ്മാര് പറയാ? ഇങ്ങനെ ഉണ്ട് മക്കളെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ എന്ന് പഠിപ്പിച്ചു.